മെത്രാമാർ ഇതുകൊണ്ടും പഠിക്കാൻ പോകുന്നില്ല ഒരിക്കലും. അത് ഈ വിഷയത്തിൽ നിന്നല്ല, ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ നാളുകളിൽ സംഭവിച്ചാലും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നാളുകളിൽ ഇതിനേക്കാൾ വലുത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന PC ജോർജിനും ഷോണിനും അറിയാം, BJP-ക്കാർക്കും അറിയാം, സഭാ നേതൃത്വത്തിനും അറിയാം. എന്നാലും ഇവരൊരിക്കലും പഠിക്കാൻ പോകുന്നില്ല. മെത്രാന്മാർ പ്രത്യക്ഷപരമായിട്ട് തെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ചില തെറ്റുകൾ ഇവിടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇവിടെ കള്ളന്മാരെ സംരക്ഷിക്കുന്നതാരാ? സഭാ നേതൃത്വം. ഈ കഴിഞ്ഞ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ പോലും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ട് അന്ന് ഈ പറയുന്ന ഷോൺ ജോർജ് ഏത് മാളത്തിലായിരുന്നു, ഈ PC ജോർജ് ഏത് മാളത്തിലായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം. ഇവർ തന്നെ ഒരു 10 പ്രാവശ്യമായിട്ട് സ്വയം എടുത്ത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ BJP സ്ഥാനാർത്ഥി പദം പോലും അവർ സ്വയം ഉപേക്ഷിച്ച്, നാണം കെട്ട്, അവർക്ക് സ്വയം നാണം തോന്നി ഉപേക്ഷിച്ച് അവർ പോകേണ്ടത്. അവർ പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് പല അന്തർധാരകളും ഉണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതൊക്കെ മടിയിൽ കനവുള്ളതുകൊണ്ടാണ്. നമസ്കാരം. നമസ്കാരം. ഇന്നലെ PC ജോർജ് നടത്തിയ ഒരു പ്രസ്താവന, PC ജോർജ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന സഭയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത്. അതുകൂടാണ് ദീപിക പത്രത്തെ അങ്ങോട്ട് ചവിട്ടിക്കൂട്ടി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അതേ രീതിയിൽ അത്ര മ്ലേച്ഛമായ ഭാഷയിലാണ്. ഫാരീസ് അബൂബക്കറിൽ നിന്നും ഇപ്പോൾ ദീപികയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് വളരെ മോശപ്പെട്ട ഭാഷയിൽ ദീപിക പത്രത്തെ അവഹേളിക്കുന്നത്, അതോടൊപ്പം തന്നെ സഭയെ അവഹേളിക്കുന്നത്. ഈ പറഞ്ഞ PC ജോർജിനോ അല്ലെങ്കിൽ ഷോൺ ജോർജിനോ ഒന്നും ഈ സഭയുടെ എന്തെങ്കിലും ഔദ്യോഗികമായ പദവികളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളുകളൊന്നുമല്ല. പിന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് സഭയുടെ ആരോ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധരിച്ചുകൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സഭയുടെ അട്ടിപ്പേറവകാശം ഇവരുടെ കൈവശമാണ് എന്നൊക്കെ ആയിരിക്കും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോൺ ജോർജിന് പറഞ്ഞിരിക്കുന്നത് എത്ര അപക്വമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഞാനിനി അമിത്ഷായോട് എന്ത് പറയുമെന്ന്. അപ്പോൾ അതിനർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കത്തോലിക്കരെ അമിത്ഷായുടെ കാലിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു അടിമക്കണ്ണാണ് ഈ ഷോൺ ജോർജ് നമ്മൾ ധരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. ഷോണിൻ്റെയും അതുപോലെ PC ജോർജിൻ്റെയും കഴിഞ്ഞ 2 ദിവസത്തെ പല പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള അവരുടെ സംസാര രീതികളൊക്കെ എടുത്താൽ ഇപ്പോൾ സിബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അടിവരയിട്ട് കേരള സമൂഹം എന്ന് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവരും സഭാ നേതൃത്വവും അതിശക്തമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം PC ജോർജ് കഴിഞ്ഞ ദിവസം മെത്രാന്മാരെ വിളിച്ച അല്ലെങ്കിൽ അധിക്ഷേപിച്ച ചില വാചകങ്ങൾ നാണമില്ലാത്തവർ, കള്ളന്മാർ, വൃത്തികെട്ടവന്മാർ എന്ന രീതിയിലേക്ക് ഈ ഇലക്ഷൻ്റെ ഇതേ സമയത്ത് ഇത്തരത്തിൽ ചില ഒരു ആഖ്യാനങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും ഈ BJP-യുടെ സ്ഥാനാർത്ഥികൾ തന്നെ എത്തിപ്പെടണമെങ്കിലും ഇപ്പോൾ അമിത്ഷായുടെ കാര്യം പറഞ്ഞതുപോലെ അമിത്ഷായോട് എന്ത് മറുപടി ഞങ്ങൾ പറയും എന്നൊരു കാര്യം അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് 2 തലങ്ങളിലാണ്. ഒന്നാമത്തെ കാര്യം, മെത്രാമാർ ഇതുകൊണ്ടും പഠിക്കാൻ പോകുന്നില്ല ഒരിക്കലും. അത് ഈ വിഷയത്തിൽ നിന്നല്ല, ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ നാളുകളിൽ സംഭവിച്ചാലും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നാളുകളിൽ ഇതിനേക്കാൾ വലുത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന PC ജോർജിനും ഷോണിനും അറിയാം, BJP-ക്കാർക്കും അറിയാം, സഭാ നേതൃത്വത്തിനും അറിയാം. എന്നാലും ഇവരൊരിക്കലും പഠിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, PC ജോർജ് പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ ജനറലായി ചിന്തിച്ചാൽ അത് സത്യമാണ് എന്ന് നമ്മൾ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ നമ്മളും ബാധ്യസ്ഥരാണ്. കാരണം ഈ വെള്ളക്കുപ്പായക്കാരെ, അത് സഭയിലും ഉണ്ട് രാഷ്ട്രീയക്കാർക്കിടയിലും ഉണ്ട്, വെള്ളക്കുപ്പായക്കാരിൽ 98% ആളുകളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തെളിയിച്ചത് ഇവിടെ പൊതുജനമല്ല, വെള്ളക്കുപ്പായക്കാർ തന്നെയാണ്. ഞങ്ങളെ വിശ്വസിക്കരുത്, ഞങ്ങളെ നമ്പരുത്. 2% ആൾ സഭയിലായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടയിലായിക്കോട്ടെ വെറും 2% താഴെ മാത്രം ആളുകളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുള്ളൂ. മെത്രാന്മാർ പ്രത്യക്ഷപരമായിട്ട് തെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ചില തെറ്റുകൾ ഇവിടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇവിടെ കള്ളന്മാരെ സംരക്ഷിക്കുന്നതാരാ? സഭാ നേതൃത്വം. അല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കള്ളന്മാരെയും കൊള്ളക്കാരെയും പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്നതാരാ? രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പൊതുസമൂഹം, ഇവരെന്നും കഴുതയാകാൻ വേണ്ടി തന്നെ വിധിക്കപ്പെട്ട ജനം. ഇതൊരിക്കലും പൊതുസമൂഹം തിരിച്ചറിയുന്നുമില്ല.
ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുമില്ല. ഇതൊക്കെ 4 കോളം വാർത്തയിലോ അല്ലെങ്കിൽ 1-2 മിനിറ്റ് മാത്രം ഒതുങ്ങുന്ന ചാനൽ ചർച്ചകളിലോ മാത്രം അവസാനിക്കുന്നു എന്നല്ലാതെ ശാശ്വതമായിട്ടുള്ളൊരു യാതൊരുവിധ പരിഹാരങ്ങളോ നിർദ്ദേശങ്ങളോ കൊണ്ടുവരാനോ അത് നടപ്പിലാക്കാനോ സഭാ നേതൃത്വവും ഇല്ല, രാഷ്ട്രീയ പാർട്ടികളും ഇല്ല, സർക്കാരും ഇല്ല. ഈ PC ജോർജ് ഇന്നലെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരെ എല്ലാം ഉദ്ദേശിച്ച ബിഷപ്പുമാരെയാണ് അമിത്ഷായുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയതിനു ശേഷം അമിത്ഷാ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ കണക്ക് തന്നാൽ മതി, ഞങ്ങളത് അംഗീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതല്ലേ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ അമിത്ഷാ അങ്ങനത്തെ ഒരു വാക്ക് ഈ ബിഷപ്പുമാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ ലംഘനം കൂടിയല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അമിത്ഷാ പറയണമെങ്കിലും ഷോൺ ജോർജ് പ്രത്യേകമായിട്ട് എടുത്തു പറയണമെങ്കിലും ഇതിനകത്ത് വോട്ട് എന്ന് പറയുന്ന 2 അക്ഷരം ചേർത്ത് വെച്ചാൽ മാത്രം മതി. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ ആർക്കാ സാധിക്കാത്തത്? അതായത് ഷോണിനെ വിജയിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം സഭ ഏറ്റിരുന്നു എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന FCRA എന്ന് പറയുന്ന ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളും പരാമർശങ്ങളും ഒക്കെ ഇത് ഇത്രമാത്രം ചർച്ചയാകേണ്ട കാര്യം എന്താ ഉള്ളത്? ഇതേ ഒരു സമയത്ത് മാത്രം FCRA കൊണ്ടുവരേണ്ട ആവശ്യം എന്താ അവർക്കുള്ളത്? അത് സഭയ്ക്ക് ഇട്ടുകൊടുത്തൊരു ചൂണ്ട മാത്രമല്ലേ? ത്രട്ടായിരുന്നത്. തീർച്ചയായിട്ടും. കാരണം വിജയിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഷോൺ ജോർജിൻ്റെ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഷോൺ ജോർജ് വ്യക്തമായിട്ടത് പറയുകയും ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ സഭയ്ക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് എന്ന രീതിയിലേക്ക് ഷോണിൻ്റെ നാവിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള അന്തർധാരകൾ സജീവമാണ് എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സഭ ആഹ്വാനം ചെയ്തു എന്ന് ഇരിക്കുക, ഈ സഭ ആഹ്വാനം ചെയ്താലും ഇപ്പോൾ ഞാൻ റോമൻ കാത്തലിക്കിലാണ്, ഓക്കെ, എൻ്റെ സഭ ആഹ്വാനം ചെയ്തു എന്ന് കരുതി ഞാൻ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലാ സഭയിലുള്ള ആത്മാരായിട്ടുള്ള ആളുകൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സഭയിലെ പിതാവ് ആഹ്വാനം ചെയ്തു എന്ന് കരുതി അല്ലെങ്കിൽ പള്ളിയിലെ വികാരിയച്ഛൻ അനൗൺസ്മെന്റ് നടത്തിയെന്ന് വിചാരിച്ച് ആരെങ്കിലും വോട്ട് മാറി ചെയ്യുക. ഏതാനും ചില അമ്മച്ചിമാർ വേണമെങ്കിൽ വോട്ട് മാറ്റിയേക്കാം, അതിനപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും വോട്ട് മാറ്റി കരുതുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പം നമുക്കൊരു കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് എടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, BJP അതിശക്തമായിട്ട് ഇപ്പോൾ ദീപിക മുഖപത്രത്തിൽ വന്ന ഒരു കാര്യത്തിൽ അവർ ഊന്നിപ്പറയുന്നൊരു കാര്യം, ഈ ഇലക്ഷൻ സാഹചര്യത്തിൽ ക്രൈസ്തവരായ ആളുകളെ BJPയിലേക്ക് അതിശക്തമായിട്ട് ചേർക്കാനായിട്ടുള്ള ഒരു ശ്രമം വ്യാപകമായിട്ടുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അത് വ്യക്തമായിട്ട് തിരിച്ചടിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പിന്നെ ദീപിക പത്രം വളരെ ശക്തമായിട്ട് പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട്, ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ചർച്ച ചെയ്യാതെ തീരുമാനമാകാതെ ഇത്തരത്തിൽ ക്രൈസ്തവരെ കൂട്ടുന്നതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ PC ജോർജിന്റെ കലിപ്പ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ദീപിക പത്രത്തോടാണ്. ഈ ദീപിക പത്രത്തോട് ഒരു കലിപ്പ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പത്രം, അതായത് നസ്രാണികളുടെ എല്ലാം വീട്ടിൽ വരുത്തുന്ന പത്രം എന്ന് പറയുന്നത് ദീപികയാണ്. അപ്പൊ ദീപികയിൽ വരുന്ന വാർത്തകൾക്ക് കൂടുതൽ വിശ്വാസ്യത ക്രൈസ്തവർക്കിടയിലുണ്ട്. ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഈ PC ജോർജ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപിക പത്രം വായിക്കുന്നവരെല്ലാം വട്ടന്മാരാണ്, അതുകൊണ്ട് ഞാനും ആ പത്രം തന്നെയാണ് വായിക്കുന്നതെന്ന് ഒരു പുള്ളി അറിയാണ്ട് പറഞ്ഞു പോയായിരിക്കും. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചാല്, ഈ ദീപിക പത്രം ഒരു FCRA കൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ക്രൈസ്തവർക്കിടയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ PC ജോർജിനെ സംബന്ധിച്ച് PC ജോർജിനും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിനും ദീപിക പത്രത്തോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ കലിപ്പ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. തീർച്ചയായിട്ടും ആ കാര്യം ഞാൻ പറഞ്ഞു. ഈ സമയത്തൊക്കെ ചർച്ച ചെയ്യേണ്ട, പ്രത്യേകിച്ച് BJP അല്ലെങ്കിൽ ഷോൺ ജോർജ് ആണെങ്കിലും PC ജോർജ് ആണെങ്കിലും ഇപ്പോൾ മെത്രാമാർക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും ഒക്കെ ഇത്ര ശക്തമായിട്ട് ഇവർ ആഞ്ഞടിക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ ഒരു 10-15 വർഷം എടുത്താൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ, ഞാൻ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഗൂഗിളിൽ വിക്കിപീഡിയയിൽ തന്നെ കുറേ കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പച്ചവെള്ളം പോലെ ഏതൊരാൾക്കും എടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന വസ്തുതകളാണ്. ഏതാണ്ട് 2007 മുതൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ള, പള്ളികൾക്കെതിരെ നടന്നിട്ടുള്ള പീഡനങ്ങൾ 2025 നമ്മുടെ തൃശ്ശൂരും പാലക്കാട്ടും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ വരെ ഈ പറയുന്ന BJPയുടെ
ഈ ചില സംഘപരിവാർ സംഘടന അത് തന്നെ അത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പറയുന്ന കഴിഞ്ഞ കുറേ ഒരു 10 വർഷക്കാലത്തിനുള്ളിൽ ക്രൈസ്തവർക്കിടയിൽ നിന്ന് BJP-യിലേക്ക് അല്ലെങ്കിൽ കൂറുമാറിയ ചില ഈ അവരെ എന്ത് മോഹികൾ എന്ന് വിളിക്കണമെന്ന് എനിക്ക് അവർ സ്ഥാനമോഹികൾ എന്ന് മാത്രം വിളിക്കേണ്ടതാണോ? സ്ഥാനം മാത്രമല്ല അതിനകത്തുള്ളത്, അതാ പറഞ്ഞത്, എന്ത് പേരിട്ട് വിളിക്കണം എന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഭാഷ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും ആളുകൾ ഇതിനകത്ത് കൂടുമാറി ചെന്നിട്ടും ഈ കഴിഞ്ഞ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ പോലും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ട് അന്ന് ഈ പറയുന്ന ഷോൺ ജോർജ് ഏത് മാളത്തിലായിരുന്നു? ഈ PC ജോർജ് ഏത് മാളത്തിലായിരുന്നു? ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു ചാർജ് ഉണ്ടായിരുന്ന നമ്മുടെ ശ്രീ ജോർജ് കുര്യൻ മന്ത്രി ആയിരുന്നു. ഇവരെവിടെയായിരുന്നു? ഇവരെന്ത് ചെയ്തു? എന്നിട്ടും ക്രൈസ്തവരെ സ്വാധീനിക്കാൻ, ക്രൈസ്തവരുടെ വോട്ട് പ്രതീക്ഷിച്ച് ഇവരൊക്കെ വെള്ളം കാച്ചി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതിനകത്ത് 2-3 കാര്യങ്ങളുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ PC ജോർജും ഷോൺ ജോർജും അതോടൊപ്പം തന്നെ കിറ്റക്സിന്റെ സാബു M ജേക്കബും ക്രൈസ്തവരുടെ എന്തോ വലിയ നേതാക്കന്മാരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അത് BJP-ക്ക് ഉണ്ടായിപ്പോയി. അത് പൊളിക്കേണ്ടത് ആരായി? മെത്രാന്മാരല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് സഭ അത് പൊളിക്കാൻ തയ്യാറാകുന്നില്ല? ഒരു മാസത്തിന് മുമ്പേ ഇവിടെ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ഈവൻ സഭാ നേതൃത്വത്തിലുള്ള പല ആളുകളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് വലിയ ഫോട്ടോയൊക്കെ ഇട്ട് പത്രത്തിലും അത് അടിച്ചു വന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ അത് സ്പ്രെഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും തോളത്ത് കൈയിടാനും സഭാ നേതൃത്വം ഇവരെ അനുവദിച്ചിട്ട് എന്തുകൊണ്ട് സഭാ നേതൃത്വത്തിന് ഈ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ അക്കമിട്ട് വെറുതെ വാർത്തയാക്കാനല്ല, കൃത്യമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരാതെ ക്രൈസ്തവരുടെ ഒരു വോട്ട് പോലും നിങ്ങൾക്ക് ഇനി BJP-ക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് അനുവദിച്ചു തരാൻ കഴിയില്ല എന്ന് ഒരു മെത്രാന്റെ നാവ് പോലും ശബ്ദിക്കാത്തതിന്റെ, അല്ലെങ്കിൽ അവരുടെ നാവ് കെട്ടപ്പെട്ടതിന്റെ വസ്തുതയെക്കുറിച്ച് എന്താ ഇവിടെ ചർച്ച വരാത്തത്? സറണ്ടർ ചെയ്തിട്ടുണ്ടോ BJP-ക്ക് മുമ്പിൽ? ഉറപ്പായിട്ട് പല കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അവരത് തുറന്ന് സമ്മതിക്കാത്തതും പറയാത്തതും. ഒരു കാര്യം ഞാൻ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രൈസ്തവ സഭയുടെ അസറ്റ് എന്ന് പറയുന്നത്, ഞാനത് പറയുന്നത് ഇപ്പോൾ CMA-യുടെ ഉൾപ്പെടെയുള്ള മറ്റ് മിഷണറി സ്ഥാപനങ്ങളുടെയും അതായത് കത്തോലിക് സ്ഥാപനങ്ങളുടെ എല്ലാം കൂടി ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ അംബാനിയുടെയും അദാനിയുടെയും അസറ്റിനേക്കാൾ മുകളിൽ വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഉറപ്പായിട്ടും. അത് കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അത് ക്രൈസ്തവരുടെയാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിടിച്ചെടുത്ത് കൊടുക്കും എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഒരു ഫാക്ട് തന്നെയാണ്. കാരണം ഒരു വിദേശത്തു നിന്നൊരു പൈസ വരുന്ന സമയത്ത് അതിൽ കയറി ആ കണക്കിന് മുകളിൽ ഒരു ഒബ്ജക്ഷൻ പറയണം എന്ന് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഒബ്ജക്ഷൻ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് വന്നിരിക്കുന്ന ആളുടെ അക്കൗണ്ട് ആയതാണ്. ഇയാൾ ഏതൊക്കെ കമ്പനികളിൽ ഡയറക്ടറാണ്, അതായത് ഈ സെൻഡിങ് കമ്പനിയുടെ പണം അയക്കുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അയാൾക്ക് ഇത് എവിടെ നിന്ന് പൈസ കിട്ടി, ഈ പൈസയുടെ സോഴ്സ് എന്താണ്, ഇങ്ങനെ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് വിചാരിച്ചാൽ 1 രൂപ പോലും ഈ FCRA അക്കൗണ്ടിൽ കൂടി ഇന്ത്യയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കും. അപ്പോൾ ആ ഒരു ത്രെട്ട് തന്നെയാണ് FCRA-യുടെ രൂപത്തിൽ PC ജോർജ് ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ FCRA ബില്ല് എന്ന് പറയുന്നത് ഒരു ത്രെട്ടായിട്ട് കേരളത്തിലെ കത്തോലിക്കർക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തതാണ്. അതായത് PC ജോർജിനെയും ഷോൺ ജോർജിനെയും വിജയിപ്പിക്കാത്ത പക്ഷം ഇതൊക്കെ ഞങ്ങളുടെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവരെ സഭയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞത് എന്താണ്, സഭയെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ സഭയെയും വേണ്ടെന്ന് വെക്കും എന്ന് പറയുന്ന സമയത്ത് എന്തോ ഒരു ഡീല് സഭാപിതാക്കന്മാരും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഷോൺ ജോർജും PC ജോർജും തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 രാഷ്ട്രീയ പൊട്ടന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ കരുതിയിരുന്നത് സഭാപിതാക്കന്മാർ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആത്മായരെല്ലാം അവർ പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പാലായും പൂഞ്ഞാറും പോലെ ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് സഭയിലെ പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുമെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ വിഡ്ഢിത്തരം എന്ന് മാത്രമല്ല പറയാൻ പറ്റൂ. ഈ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയൊക്കെ ഇവരുടെയൊക്കെ നിലപാടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
ഇവർ BJP-യിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് ഈ നരേന്ദ്രമോദിയെക്കുറിച്ചും BJP പാർട്ടിയെക്കുറിച്ചും ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഇവർ തന്നെ ഒരു 10 പ്രാവശ്യമായിട്ട് സ്വയം എടുത്ത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ BJP സ്ഥാനാർത്ഥി പദം പോലും അവർ സ്വയം ഉപേക്ഷിച്ച് നാണം കെട്ട്, അവർക്ക് സ്വയം നാണം തോന്നി ഉപേക്ഷിച്ച് അവർ പോകേണ്ടത്. അവർ പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് പല അന്തർധാരകളും ഉണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതൊക്കെ മടിയിൽ കനവുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്തതും. ഇന്ന് കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവരെ ഇവർ ഈ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ മടിയിൽ കനവുള്ളതുകൊണ്ട് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് ആ കാര്യത്തിൽ. അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രൈസ്തവരെന്തിനാണ് പേടിക്കുന്നത്? അല്ല, ക്രൈസ്തവരെന്തിനാ പേടിക്കുന്നത്? ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് പോപ്പിന് കീഴിൽ വരുന്ന ഒരു സഭയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘടിത ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു സഭയ്ക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഗവൺമെന്റിനെ ഭയക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത്? നിലപാടുകളില്ല. ഈ രാജ്യത്തെ നിയമങ്ങളെ അനുസരിച്ച് മുൻപോട്ട് പോവുക എന്നതിനപ്പുറത്ത്, ഈ രാജ്യത്തെ ഒരു പൗരനായിട്ട് മുൻപോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ രാജ്യത്തെപ്പെട്ട ആളുകളല്ലേ. ഇപ്പം ഈ നമ്മൾ വിശ്വസിക്കുന്ന, ഇപ്പം അത് ഏത് മതമായിക്കൊള്ളട്ടെ, ഇപ്പം ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ബുദ്ധ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് അവരുടെ വിശ്വാസങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള സർവാധികാരം നൽകുന്നുണ്ടല്ലോ. അതുകൂടാതെ ഗ്ലോബലി ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കത്തോലിക്ക സഭ, ആ കത്തോലിക്ക സഭയെ പർപ്പസ്ഫുള്ളി ഈ ഗവൺമെൻറ് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന് ഗ്ലോബലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ, ലോക രാഷ്ട്രങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ. പിന്നെ എന്തിനാണ് സഭ ഭയപ്പെടുന്നത്? സഭ ഭയപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്. സഭയ്ക്ക് ഒരിക്കലും ഒരു കാര്യങ്ങൾക്കും നിലപാടുകളില്ല, ഒരിക്കലുമില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഈ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഒരു 25-50 വർഷം മുമ്പുണ്ടായിരുന്നൊരു കാഴ്ചപ്പാട്, ആർജവം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഇന്ത്യയിൽ ഏത് സർക്കാരുകൾ മാറി വന്നാലും അവർക്കുണ്ട്. BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഇനി മറ്റ് ഘടകകക്ഷികൾ എല്ലാവരും ചേർന്ന് ഏത് ഗവൺമെൻറ് ഇന്ത്യയിൽ വന്നാൽ പോലും ക്രൈസ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ, നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ ഇന്ന് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ, ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ. തീർച്ചയായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ മേഖലയിലും, ഏത് വിദ്യാഭ്യാസം മാത്രമല്ല, ആരോഗ്യ മേഖല, ഏത് മേഖലയിൽ എടുത്താൽ പോലും, സാംസ്കാരിക മേഖലയാണെങ്കിലും സാക്ഷരതയാണെങ്കിലും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ പോലും ക്രൈസ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഉള്ള അതേ സർക്കാർ തന്നെ ക്രൈസ്തവരെ ഇവിടെ ഇല്ലായ്മ ചെയ്യാനുള്ള തരത്തിലേക്ക് ഇത് മുന്നോട്ട് പോവുകയും അതിനെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സഭാ നേതൃത്വം ഉള്ള ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സമൂഹം കടന്നുപോയി. ഞാൻ പറയട്ടെ, പണ്ടെന്ന് പറഞ്ഞ പൗത്തി പിതാവ്, പള്ളിക്കാപ്പറമ്പിൽ പിതാവ്, അതോടൊപ്പം തന്നെ പടിയറ പിതാവ്, ഇങ്ങനെ ഒരുപാട് പിതാക്കന്മാർ വളരെ ആർജവത്തോടുകൂടി ഇവിടെ സഭയെ നയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പിന്റെ ഒരു അഭാവം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ എവിടെ ലീഡർഷിപ്പ് ഉള്ളത്? സഭയിൽ എവിടെ ലീഡർഷിപ്പ് ഉള്ളത്? ഇപ്പോൾ സീറോ മലബാർ സഭ മാത്രമല്ല, മൊത്തത്തിൽ ക്രൈസ്തവരുടെ രീതിയിൽ എടുത്താൽ പോലും, CBCI എടുത്താൽ പോലും, ആരാണ് നമുക്ക് ഒരു ആർജവമുള്ള നേതൃത്വം എന്ന് പറയാൻ, ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതൃത്വം എന്ന് പറയാൻ? അവരുടെ പ്രൊമിസസിൽ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചു പോകുന്നതെന്നല്ലാതെ മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി വാദിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് സഭയിൽ ഇന്ന് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതേ ആർജവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ക്രൈസ്തവർ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടില്ല. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വേറൊരാളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് ഇപ്പോഴും സഭാ നേതൃത്വത്തിന് ഒരിക്കലും ഉണ്ടാകില്ല. ഏതെങ്കിലും ആർജവമുള്ള ഒരു സഭാ നേതൃത്വം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.